ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കൂ. ഇതിലെ ഗ്രാമർ പ്രകാരം പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസുകളാണ് പറയുന്നത്. ഞാനാണെങ്കിലും ഇത് നിങ്ങൾക്കും, യു വി ഞങ്ങൾക്കും, ദേ അവർക്കും, ഹി അവനും, ഷീ അവൾക്കും എല്ലാം ഇങ്ങനെ തന്നെ പറയാവുന്നതാണ്. ഞാൻ, ഐ എന്ന് പറയുന്നിടത്ത് ഏത് വേണമെങ്കിലും കൊടുത്ത് പറയാവുന്നതാണ്. ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് അവിടെ വ്യത്യാസപ്പെടുത്തേണ്ടതുള്ളൂ. ഓക്കെ, വെർബുകളെല്ലാം പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഈ ഒരു 50 സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് 5 ഇരട്ടി സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ വിച്ച് ആർ ദോസ്. അപ്പോൾ ഞാനിത് പറയുന്നതോടുകൂടി നിങ്ങളും എൻ്റെ കൂടെ പറഞ്ഞു നോക്കണം, അല്ലേ? റിപ്പീറ്റായിട്ട് പറയുമ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഫാസ്റ്റ് വൺ. ഞാൻ മാപ്പ് കൊടുത്തു. ഐ ഫോർഗേവ് മാപ്പ് കൊടുത്തു. ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ഐ ഫോർഗോ ഞാൻ വിട്ടുനിന്നു. ഞാൻ കൊടുത്തു. ഐ ഗേവ് ഞാൻ അനുവാദം കൊടുത്തു. ഐ ഗേവ് ദ പെർമിഷൻ ഞാനൊരു ശബ്ദം കേട്ടു. ഐ ഹേർഡ് എ സൗണ്ട് ഞാൻ കേട്ടു. ഐ ഹേർഡ് എ സൗണ്ട് ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ അറിഞ്ഞു. ഐ നോ ഞാൻ പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവന്നു. പലചരക്ക് സാധനങ്ങൾക്ക് ഗ്രോസറി എന്ന് പറയും. ഐ ബ്രോട്ട് ഗ്രോസറീസ് ഞാൻ കൊണ്ടുവന്നു. ഞാൻ പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവന്നു. ഞാൻ കുറച്ച് പേരക്ക വാങ്ങി. ഗോവ. ഐ ബോട്ട് സം ഗോവ. ഞാൻ വാങ്ങി. ഞാൻ കുറച്ച് പേരക്ക വാങ്ങി. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. ഐ taught English language. ഞാൻ പഠിപ്പിച്ചു. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. ദെൻ നെക്സ്റ്റ്, ഞാൻ പണം സൂക്ഷിച്ചു. kept. I kept money. ഞാൻ സൂക്ഷിച്ചു. എന്താണ് സൂക്ഷിച്ചത്? മണി. ഐ kept money. ഞാൻ പണം സൂക്ഷിച്ചു. ഞാനൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. met. ഞാൻ കണ്ടുമുട്ടി. I met a friend. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. I met a friend. ഞാൻ പണം കൊടുത്തു. I paid. ഞാൻ പണം കൊടുത്തു. I paid. ഞാൻ അവരെ കണ്ടു. I saw them. ഞാൻ കണ്ടു. I saw them എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കണ്ടു. ഞാൻ എൻ്റെ വീട് വിറ്റു. ഞാൻ വിറ്റു. I sold. ഞാൻ എൻ്റെ വീട് വിറ്റു. I sold my house. ഞാൻ വാതിലടച്ചു. ഞാൻ അടച്ചു എന്ന് പറയുന്നത് I shut. ഞാൻ വാതിലടച്ചു. I shut the door. അല്ലെങ്കിൽ I closed the door എന്ന് പറയാം. ഞാൻ നീക്കം ചെയ്തു. ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നീക്കം ചെയ്തു. I removed. ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നീക്കം ചെയ്തു, മാറ്റി. I removed unwanted things. unwanted ആവശ്യമില്ലാത്തത്, അനാവശ്യമായത്. unwanted things സാധനങ്ങൾ. I removed unwanted things. ഞാൻ തുണി ഉണക്കിയെടുത്തു. I dried up. ഞാൻ ഉണക്കിയെടുത്തു. I dried up the cloth. ഞാൻ തുണി ഉണക്കിയെടുത്തു. I dried up the cloth. ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. I ended up. ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. I ended up the relation. ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. I ended up the relation. ഞാൻ തുറന്നു. എന്താണ് തുറന്നത്? മുറി. I opened the room.
ഞാൻ മുറി തുറന്നു. ഐ ഓപ്പൺ ദ റൂം. ഐ ഓപ്പൺ ദ റൂം. ഐ ഓപ്പൺ ഞാൻ തുറന്നു. ഐ ഓപ്പൺ ദ റൂം ഞാൻ മുറി തുറന്നു. ഞാൻ മൂടി തുറന്നു. ഐ ഓപ്പൺ ദ ലിഡ്. ഐ ഓപ്പൺ ദ ലിഡ്. ഞാൻ മനസ്സിലാക്കി. ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് പറയാൻ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റുഡ്. ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റുഡ് ഓൾ തിങ്സ്. ഐ അണ്ടർസ്റ്റുഡ് ഓൾ തിങ്സ്. ഞാൻ മാനസികമായി സുഖപ്പെട്ടു. ഞാൻ മാനസികമായി സുഖപ്പെട്ടു. ഞാൻ സുഖപ്പെട്ടു. ഐ ഹീൽഡ്. ഐ ഹീൽഡ്. ഞാൻ മാനസികമായി സുഖപ്പെട്ടു. ഐ ഹീൽഡ് മെൻ്റലി. ഐ ഹീൽഡ് മെൻ്റലി. ഞാൻ ആ സത്യം കണ്ടെത്തി. ഞാൻ ആ സത്യം കണ്ടെത്തി. ഞാൻ കണ്ടെത്തി. ഐ ഫൗണ്ട്. ഞാൻ കണ്ടെത്തി എന്ന് പറയാൻ ഐ ഫൗണ്ട്. ഞാൻ ആ സത്യം കണ്ടെത്തി. ഐ ഫൗണ്ട് ദ ട്രൂത്ത്. ഐ ഫൗണ്ട് ദ ട്രൂത്ത്. ഞാൻ അസ്വസ്ഥനായി. ഐ ഡിസ്റ്റർബ്ഡ്. ഞാൻ അസ്വസ്ഥനായി. ഐ ഡിസ്റ്റർബ്ഡ്. ഞാൻ ഭയന്നു. ഐ സ്കേർഡ്. ഞാൻ ഭയന്നു. പെട്ടെന്നുള്ള സൗണ്ട് കേട്ട് ഞാൻ ഭയന്നു. ഞാൻ പെട്ടെന്നുള്ള സൗണ്ട് കേട്ട് ഭയന്നു എന്ന് പറയാൻ ഐ സ്കേർഡ് അറ്റ് ദ സഡൻ സൗണ്ട്. പെട്ടെന്നുണ്ടായ സൗണ്ട് കേട്ട് ഭയന്നു. ഐ സ്കേർഡ് അറ്റ് ദി സഡൻ സൗണ്ട്. എൻ്റെ വലത്തേ കൈക്ക് മുറിവ് പറ്റി. എൻ്റെ വലത്തേ കൈക്ക് മുറിവ് പറ്റി. എനിക്ക് മുറിവ് പറ്റി എന്ന് പറയാൻ ഐ ഇൻജേർഡ്. ഐ ഇൻജേർഡ്. എനിക്ക് മുറിവ് പറ്റി. എൻ്റെ വലത്തേ കൈക്ക് മുറിവ് പറ്റി എന്ന് പറയുമ്പോൾ ഐ ഇൻജേർഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ്. ഐ ഇൻജേർഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ്. ഐ ഇൻജേർഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ്. ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ചു. ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ചു. ഞാൻ ആലോചിച്ചു അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു എന്ന് പറയാൻ ഐ തോട്ട്. ഐ തോട്ട്. ഞാൻ നിന്നെപ്പറ്റി എന്ന് പറയുമ്പോൾ ഐ തോട്ട് എബൌട്ട് യു. ഐ തോട്ട് എബൌട്ട് യു. ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ചു. ഐ തോട്ട് എബൌട്ട് യു. ഞാൻ എൻ്റെ സഹോദരനോട് കലഹിച്ചു. ഞാൻ എൻ്റെ സഹോദരനോട് കലഹിച്ചു. കലഹിച്ചു. ക്വാറൽഡ്. ഐ ക്വാറൽഡ്. ഞാൻ കലഹിച്ചു. ഐ ക്വാറൽഡ് വിത്ത് മൈ ബ്രദർ. ഞാൻ എൻ്റെ സഹോദരനോട് കലഹിച്ചു. ഐ ക്വാറൽഡ് വിത്ത് മൈ ബ്രദർ. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചു. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചു. ഞാൻ അപേക്ഷിച്ചു എന്നതിന് ഐ അപ്ലൈഡ്. ഐ അപ്ലൈഡ്. ഞാൻ അപേക്ഷിച്ചു. ഐ അപ്ലൈഡ്. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചു. ഐ അപ്ലൈഡ് ഫോർ എ ജോബ്. ഐ അപ്ലൈഡ് ഫോർ എ ജോബ്. ഞാൻ സഹായത്തിനായി അപേക്ഷിച്ചു. ഞാൻ സഹായത്തിനായി അപേക്ഷിച്ചു. അപ്പോൾ ആ ഭാഷയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ റിക്വസ്റ്റഡ്. അത് റിക്വസ്റ്റാണ്. ഐ റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ഐ റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ഐ റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു. ഐ റെക്കഗ്നൈസ്ഡ്. ഐ റെക്കഗ്നൈസ്ഡ്. ഞാൻ തിരിച്ചറിഞ്ഞു. ഐ റെക്കഗ്നൈസ്ഡ് മൈ ഓൾഡ് ഫ്രണ്ട്. എൻ്റെ പഴയ സുഹൃത്തിനെ. ഐ റെക്കഗ്നൈസ്ഡ് മൈ ഓൾഡ് ഫ്രണ്ട്. ഞാൻ അവനോട് നുണ പറഞ്ഞു. ഞാൻ അവനോട് നുണ പറഞ്ഞു. ഐ ലൈഡ് ടു ഹിം. ഐ ലൈഡ് ടു ഹിം. ഐ ലൈഡ്. ഞാൻ നുണ പറഞ്ഞു. ഐ ലൈഡ്. ഞാൻ നുണ പറഞ്ഞു. ഐ ലൈഡ് ടു ഹിം. ഞാൻ അവനോട് നുണ പറഞ്ഞു. ഞാൻ കിടക്കയിൽ കിടന്നു. ഞാൻ കിടക്കയിൽ കിടന്നു. ഐ ലെയ്ഡ് ഓൺ ദ ബെഡ്. ലെയ്ഡ്. കിടന്നു. ഐ ലെയ്ഡ്. കിടന്നു. ഞാൻ കിടന്നു. ഐ ലെയ്ഡ് ഓൺ ദ ബെഡ്. ഞാൻ കിടക്കയിൽ കിടന്നു. ഞാൻ പാത്രം കഴുകി. ഞാൻ പാത്രം കഴുകി. ഐ ഡിഡ് ദ ഡിഷ്. ഞാൻ പാത്രം കഴുകി. ഐ ഡിഡ് ദ ഡിഷ്. ഞാൻ പച്ചക്കറി നുറുക്കി. ഐ സ്ലൈസ്ഡ് ദ വെജിറ്റബിൾസ്. ഐ സ്ലൈസ്ഡ്. ഞാൻ നുറുക്കി. പച്ചക്കറികൾ നുറുക്കുന്നതിന് സ്ലൈസ് എന്ന് പറയും. ഞാൻ പച്ചക്കറി നുറുക്കി. ഐ സ്ലൈസ്ഡ് ദ വെജിറ്റബിൾസ്. ഐ സ്ലൈസ്ഡ് ദ വെജിറ്റബിൾസ്. ഞാൻ വെള്ളം തിളപ്പിച്ചു. ഐ ബോയിൽഡ് ദ വാട്ടർ. ഞാൻ വെള്ളം തിളപ്പിച്ചു. ഐ ബോയിൽഡ് ദ വാട്ടർ. ഞാൻ പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞു. ഞാൻ പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞു. ഐ പീൽഡ് ദ ബനാന. ഐ പീൽഡ് ദ ബനാന. ഐ പീൽഡ് ദ ബനാന. ഞാൻ ഒരു മെയിൽ അയച്ചു. ഐ സെൻഡ് എ മെയിൽ. ഐ സെൻഡ് എ മെയിൽ. ഐ സെൻഡ്. ഞാൻ അയച്ചു. ഐ സെൻഡ് എ മെയിൽ. ഞാൻ ചെയ്തു. ഐ ഡിഡ്.
ഞാൻ ചെയ്തു. ഐ ഡിഡ്. ഞാൻ പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ് ദ ടീത്ത്. ഐ ബ്രഷ്ഡ് ദ ടീത്ത്. ഞാൻ കുളിച്ചു. ഐ ടുക്ക് എ ബാത്ത്. ഞാൻ കുളിച്ചു. ഐ ടുക്ക് എ ബാത്ത്. ഞാൻ ഡ്രസ്സ് ധരിച്ചു. ഐ ഡ്രസ്ഡ് അപ്പ്. ഐ ഡ്രസ്ഡ് അപ്പ് അല്ലെങ്കിൽ ഐ വോർ ദി ഡ്രസ് എന്ന് പറയും. ഐ വോർ ദി ഡ്രസ്. വോർ ദി ഡ്രസ്. ഞാൻ മുറി തൂത്തുവാരി. ഞാൻ മുറി തൂത്തുവാരി. ഐ സ്വപ്റ്റ് ദ റൂം. ഞാൻ മുറി തൂത്തുവാരി. ഐ സ്വപ്റ്റ് ദ റൂം. ഐ സ്വപ്റ്റ് ദ റൂം. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഐ ഗോട്ട് ബാക്ക് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഐ ഗോട്ട് ബാക്ക് അറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തി. ഐ അറൈവ്ഡ് അറ്റ് ഹോം. ഐ അറൈവ്ഡ് അറ്റ് ഹോം. ഞാൻ മടങ്ങി. ഐ ലെഫ്റ്റ്. ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഐ ലെഫ്റ്റ് ഫ്രം ദെയർ. ഐ ലെഫ്റ്റ് ഫ്രം ദെയർ. ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഫ്രം ദെയർ അവിടെ നിന്ന് മടങ്ങി. ഐ ലെഫ്റ്റ്. ഐ ലെഫ്റ്റ് ഫ്രം ദെയർ. ഞാൻ ആ കൈ പിടിച്ചു. ഐ ഹെൽഡ് ദ ഹാൻഡ്. ഐ ഹെൽഡ് ദ ഹാൻഡ്. ഐ ഹെൽഡ് ദ ഹാൻഡ്. ഞാൻ വാതിലിൽ മുട്ടി. ഞാൻ മുട്ടി. ഐ നോക്ക്ഡ്. ഐ നോക്ക്ഡ്. ഐ നോക്ക്ഡ് അറ്റ് ദി ഡോർ. ഞാൻ വാതിലിൽ മുട്ടി. ഐ നോക്ക്ഡ് അറ്റ് ദി ഡോർ. ഐ നോക്ക്ഡ് അറ്റ് ദി ഡോർ. ഞാൻ മുറിയിലേക്ക് കടന്നു. ഐ എൻറ്റേർഡ് ഇൻ ടു ദ റൂം. ഐ എൻറ്റേർഡ് ഇൻ ടു ദ റൂം. ഐ എൻറ്റേർഡ് ഞാൻ കടന്നു മുറിയിലേക്ക്. അവിടെ നടക്കുന്നത് ഒരു മൂവ്മെൻറ്റ് കൂടിയാണ്, ചലനത്തോടു കൂടിയുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഐ എൻറ്റേർഡ് ഇൻ ടു ദ റൂം എന്ന് പറയണം. ഐ എൻറ്റേർഡ് ഇൻ ടു ദി റൂം. ദെൻ ഞാൻ പാലൊഴിച്ചു. ഐ പോർഡ് ദ മിൽക്ക്. ഐ പോർഡ് ഞാൻ ഒഴിച്ചു. ഐ പോർഡ് ദ മിൽക്ക് ഞാൻ പാലൊഴിച്ചു. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെങ്കിലോ ഐ പോർഡ് ദ മിൽക്ക് ഇൻ ടു ദി ഗ്ലാസ് എന്ന് പറയണം. ഐ പോർഡ് ദ മിൽക്ക് ഇൻ ടു ദി ഗ്ലാസ്. ഓക്കെ, അപ്പോൾ 50 സെൻറ്റൻസാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് ഇറ്റ് സെക്കൻഡ് പാർട്ട്. ബൈ.